ഞാനിവിടെ തമിഴ്നാടിൻ്റെ സ്വന്തം ചക്കരപ്പൊങ്കലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൊരു അരിപ്പായസമാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളും വേണ്ട. കുറച്ച് പച്ചരിയും ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും ഉണ്ടെങ്കിൽ ഈ ഒരു ചക്കരപ്പൊങ്കൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൊരു അരിപ്പായസം കൂടിയിട്ടാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പച്ചരി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് 1/4 കപ്പോളം ചെറുപയർ പരിപ്പിട്ട് കൊടുക്കാം. നമ്മൾ പായസമൊക്കെ വെക്കാനൊക്കെ എടുക്കണ ചെറുപയർ പരിപ്പുണ്ടല്ലോ, ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു പരിപ്പും അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാനും പറ്റും. ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം പിന്നെ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പൊങ്കൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു കലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്തെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പരുവത്തിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അരിയും പരിപ്പൊക്കെ നല്ലോണം തന്നെ വെന്തിട്ട് നല്ല കുഴഞ്ഞ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 3/4 കിലോളം ശർക്കരയാണ് ചേർക്കണത്. ശർക്കര ഞാനിവിടെ ഉരുക്കാണ്ടാണ് കേട്ടോ ചേർക്കണത്. ഇതുപോലെ പൊങ്കലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ശർക്കര വേണം എടുക്കാനായിട്ട്. പിന്നെ ശർക്കര ഉരുക്കിയിട്ടൊന്നല്ല കേട്ടോ ചേർക്കുക, നേരിട്ടിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കണത്. കൂടണ്ട, ഒരു നുള്ളു മാത്രം ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ശർക്കരക്കപ്പ് ദേ നല്ലോണം തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം കൂടെ നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ, ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്നും കൂടെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൊങ്കൽ ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആണ് കേട്ടോ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.